നമ്മുടെ മധ്യയായിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് പകൽ നമ്മുടെ മധ്യയായിരിക്കുന്ന ക്രിസ്തുവിൽ വളരെ അനുഗ്രഹിതനായ കർത്താവിദാസൻ റവറൻ സന്തോഷ് എബ്രഹാമിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദീർഘവർഷങ്ങളായി നൈജീരിയ തൻ്റെ ബിസിനസ്സിനോടനുബന്ധിച്ച് താൻ നൈജീരിയയിലായിരിക്കും. കർത്താവിൻ്റെ വേലയിൽ അതിശക്തമായി കർത്താവ് ഈ കാലഘട്ടത്തിൽ ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു കർത്തൃദാസനാണ് പ്രിയ സന്തോഷൻ. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വളരെ തിരക്കിൻ്റെ മധ്യയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയെ ആയിരിക്കുന്നതിനുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ ടിനു ജോർജ് വളരെ അടുത്ത സ്നേഹിതൻ, നമ്മളെ വളരെ സ്നേഹിക്കുകയും നമ്മളെ വളരെ ബഹുമാനിക്കുകയും നമ്മുടെ ദൈവസഭയ്ക്ക് വലിയൊരു അനുഗ്രഹമാക്കി നിർത്തിയിരിക്കുന്ന പ്രിയ സന്തോഷനായ കുടുംബത്തെ കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തുടർന്നുള്ള ചില മിനിറ്റുകൾ കർത്താവിൻ്റെ അഭിഷിക്തൻ നമ്മളോട് വളരെ ദൈവവചനത്തിൽ നിന്നും തൻ്റെ അനുഭവങ്ങൾ നമ്മളോട് സംസാരിക്കാൻ പോകുന്ന സമയമാണ്. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. ഇന്ന് പകൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതാണ് ദൈവത്തിൻ്റെ വചനം. അതിലെ ഒരു വാക്ക് മതി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ മധ്യേ കടന്നു വരുന്ന ദേവദാസന്മാരെ നമ്മൾ ബഹുമാനിക്കാറുണ്ട്, നമ്മൾ ഹോണർ ചെയ്യാറുണ്ട്. തുടർന്ന നിമിഷം കർത്താവിൻ്റെ അഭിഷിക്തനെ ദയവായിട്ട് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്നുള്ള സമയം കർത്തൃദാസൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ചില മിനിറ്റുകൾ നമ്മളോട് സംസാരിക്കും. അതിനായി കർത്തൃദാസനെ ക്ഷണിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. Somebody shout hallelujah. എല്ലാവരും ഇരുന്നാട്ടെ. ഇന്ന് ദിവസത്തിൽ വന്നതിൽ സന്തോഷമുള്ളവർ ദൈവത്തെ ഒന്ന് മഹത്വീകരിച്ചാട്ട്. എൻ്റെ പേര് സന്തോഷ് എന്നാണ്. ഞാൻ അടൂർ സ്വദേശിയാണ്. എന്നാൽ അടൂർ വിട്ടിട്ട് 30-35 വർഷമായി. ഇരുണ്ട ഭൂഖണ്ഡം എന്നൊക്കെ നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആഫ്രിക്കയിലെ നൈജീരിയയിൽ കഴിഞ്ഞ 25 വർഷക്കാലമായി ആയിരിക്കാൻ ദൈവം എന്നെ ഇടയാക്കിയ വലിയ കൃപകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ അപ്പോസ്തലൻ നിങ്ങളുടെ സ്വന്തം ടിനു ജോർജ് ഞങ്ങളുടെയും അഹങ്കാരമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ആലയത്തിൽ വന്ന് നിങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്നത്. എന്നാൽ ഞായറാഴ്ചകളിൽ മാത്രമല്ല, ആഴ്ചയുടെ പല ദിവസങ്ങളിലും നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ലിവിംഗ് റൂമിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നുള്ള സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങളിവിടെ നിന്ന് ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ ഗസ്റ്ററും ഇവിടുത്തെ മാത്രമല്ല വിടുതലുകൾ ഉളവാക്കുന്നത്. ലോകത്തിൻ്റെ ഇമ്മാനുവൽ ബ്രദറെ ആരാധിച്ചപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഓരോ ചലനങ്ങളും ലോകത്തിലെ ചില വലിയ വിടുതലിന് കാരണമായി തീരുന്നുവെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. അവൻ മാറ്റമില്ലാത്ത ഒരു ദൈവമാണ്. അവൻ നിന്നെ വിളിച്ചെങ്കിൽ നിന്നെക്കുറിച്ച് വലിയൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് വിളിച്ചത്. ആ പദ്ധതി തിന്മയ്ക്കായിട്ടല്ല, അത് നന്മയ്ക്കായിട്ടാകുന്നുവെന്ന് അറിയുന്നവർ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ ദൈവത്തിന് ഒരു മഹത്വം കൊടുത്താട്ടെ. ഈ ദൈവം എത്ര വിശ്വസ്തനായ ദൈവമാ, എത്ര നല്ലവനായ ദൈവമാ. നീ കാണുന്നതിലുപരി നിന്നെ കാണുന്നവൻ, നീ കേട്ടതിലുപരി നിന്നെ കുറിച്ച് കരുതലുള്ളവൻ, നീ ചിന്തിച്ചതിലുപരി നിന്നെ കുറിച്ച് ചിന്തയുള്ള ഒരു ദൈവം അവന്റെ സന്നിധിയിലേക്കാണ് നീ വന്നിരിക്കുന്നത് എന്നറിയുന്നവർ അടുത്തിരുന്ന ആളിനെ ഒന്ന് കുലുക്കിയിട്ടൊന്ന് പറഞ്ഞാട്ട്, നിന്നെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ശൗൽ ഒരിക്കൽ പ്രവാചകന്മാരുടെ കൂട്ടത്തിലായി തീർന്നു. ഒന്നും അറിയാത്ത ശൗൽ പോലും അപ്പോൾ പ്രവചിക്കുവാനായി തുടങ്ങി. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്താട്ട്. കഴിഞ്ഞ കാലങ്ങളിൽ പുറപ്പെടുവിക്കാത്ത ചില ശബ്ദങ്ങൾ നിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു കാലഘട്ടം ആകുന്നു ഇത് എന്ന് വിശ്വസിക്കുന്നവർ ആ ദൈവത്തിന് ഒരു മഹത്വം കൊടുത്താട്ടെ. ബഹുമാനപ്പെട്ട ദൈവദാസൻ നൈജീരിയയിൽ പലവട്ടം കടന്നു വന്നിട്ടുണ്ട്.
എൻ്റെ ഒരു പേഴ്സണൽ ടെസ്റ്റിമണിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ദേവദാസൻ നൈജീരിയയിൽ വന്നപ്പോൾ എൻ്റെ സ്വന്തം ബ്രദർ നൈജീരിയയിൽ ഉണ്ടായിരുന്നു. ദേവദാസൻ നൈജീരിയയിൽ വന്ന ഒരു വാക്ക് പറഞ്ഞപ്പോഴാണ് എൻ്റെ സ്വന്തം സഹോദരൻ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ സ്നാനമേക്കുവാനായി തീരുമാനമെടുത്തത്. എന്തിനാണ് ഇതെടുത്തു പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ലോകത്തിന് വിടുതലായി മാറുന്നുണ്ട് എന്ന് പറയുവാനായിട്ടാണ്. ഇന്നൊരു വിടുതലിന്റെ ആഗ്രഹവുമായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ദിവസമാണ്. അവൻ നിങ്ങളോട് വലിയത് ചില ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവന് നിന്നെക്കുറിച്ചുള്ള പദ്ധതികൾ തിന്മയ്ക്കായിട്ടുള്ളതല്ല, അത് നന്മയ്ക്കായിട്ടുള്ള പദ്ധതികൾ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നവർ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ ദൈവത്തിന് സകല മഹത്വവും കൊടുത്താട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ആദ്യമായി ചെയ്തത് എന്താകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ആദ്യമായി ചെയ്തത്, ദൈവം അവരെ അനുഗ്രഹിച്ചു. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. അടുത്തിരിക്കുന്ന ആളിനെ ഒന്ന് പറഞ്ഞാട്ടെ, നീ ഇന്ന് ഒരു അനുഗ്രഹമായിരിക്കാനായിട്ടാണ് ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊന്ന് പറഞ്ഞാട്ടെ. നിന്റെ ജീവിതത്തിൽ ചിലർ പറയും രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ അതൊക്കെയും എവിടെ നിന്ന് വന്നു ചോദിക്കുമ്പോൾ ഓർക്കണം, എന്റെ ദൈവം അനുഗ്രഹങ്ങൾ മാത്രം നൽകുന്ന ഒരു ദൈവമാണ്. പരീക്ഷകളാൽ എന്നെ ചലഞ്ച് ചെയ്യുന്ന ഒരു ദൈവമല്ല, അവൻ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. അവൻ 5 കാര്യങ്ങളാൽ അവിടെ അനുഗ്രഹിച്ചായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 1, സന്താന പുഷ്ടിയുള്ളവരായി തീർന്നു. 2, അവൻ പെരുകിയതായിട്ട് അനുഗ്രഹിച്ചു. 3, അവർക്ക് നിറയുവാനായിട്ടുള്ള ഒരു അനുഗ്രഹം കൊടുത്തു. 4, അടക്കി വാഴുവാനായുള്ള അനുഗ്രഹം കൊടുത്തു. 5, വാഴുവാനായുള്ള അനുഗ്രഹം കൊടുത്തു. നമുക്കൊന്ന് 1, 2, 3 ഒന്നുകൂടെ എടുക്കാം. സന്താന പുഷ്ടിയുള്ളവരായി തീരാൻ, ബി ഫ്രൂട്ട്ഫുൾ. ദൈവം നിന്നെ സൃഷ്ടിച്ചെങ്കിൽ അവൻ നിന്നെ പുഷ്ടിയുള്ളവരാകുവായി തീരുവാനായിട്ടാണ് സൃഷ്ടിച്ചത്. ഇന്ന് പുഷ്ടിയില്ലാത്ത ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞാട്ട്, ഞാനിത് വന്നിരിക്കുന്നത് എന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്കാ, എന്നെ അനുഗ്രഹിച്ച ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് മടങ്ങി പോകുന്നതിന് മുമ്പ് ഒരു പുഷ്ടി പ്രാപിക്കാതെ ഞാൻ മടങ്ങി പോകത്തില്ല എന്ന ആത്മാവില് ഒരു വാക്ക് പുറപ്പെടുവിച്ചാട്ടെ. അവൻ നിന്നെ സന്താന പുഷ്ടിയുള്ളവരായി, നിന്നെ പെരുകുവാൻ കഴിവുള്ള ഒരു ദൈവമാ, നിന്നെ നിറയ്ക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാ, നിന്നെ അടക്കി വാഴുവാൻ തക്കവണ്ണം അധികാരം നൽകിയ ഒരു ദൈവമാണ്. അങ്ങനെയെങ്കിൽ ദൈവം തന്റെ സ്വരൂപത്തിൽ, തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉളവാക്കിയ ശേഷം അവന്റെ മൂക്കിലേക്ക് ശ്വാസം ഊതിയിട്ട് അവനെ എവിടെയാണ് ദൈവം ആക്കിയത്? ദൈവം അവനെ ഏദനിൽ ആക്കി എന്ന ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതിന്റെ 8-ാമത്തെ വാക്യം, 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ ദൈവം മനുഷ്യനെ ഏദനിൽ ആക്കി എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്താണ് ഏദന്റെ പ്രത്യേകത? പൂർണ്ണതയുടെ സ്ഥലമാണ് ഏദൻ എന്ന് പറയുന്നത്. ദൈവം നിന്നെ ആദ്യകാലത്ത് ദൈവം തന്റെ സ്വരൂപത്തിൽ, സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് തന്റെ ശ്വാസം മനുഷ്യലേക്ക് ഊതി അവനെ പുതിയൊരു സൃഷ്ടിയാക്കിയെങ്കിൽ ഇന്ന് ഞാനും നീയുമായിരിക്കുന്നത് അവന്റെ ചങ്കിലെ അവസാനത്തുള്ളി രക്തവും എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും ചിന്തി പാപത്തിന്റെ അന്ധകാരത്തിൽ കിടന്ന, അടിത്തട്ടിൽ കിടന്ന എന്നെയും നിന്നെയും വീണ്ടെടുക്കുവാൻ വേണ്ടി വീണ്ടും ലോകത്തിലേക്ക് കടന്നു വന്ന് അവന്റെ സ്നേഹത്തിന്റെ ആധിക്യത്താൽ എന്നെ വേർതിരിച്ച്, എന്നെ വിടുവിച്ച് വലിയ നിത്യതയിൽ ഇരുത്തുവാൻ തക്കവണ്ണം പുത്രത്വത്തിന്റെ അവകാശം തന്നെയ ഒരു ദൈവസന്നിധിയിലാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും ജനിച്ച നാം ഓരോരുത്തരും എവിടെയായിരിക്കേണ്ടത്? We are supposed to be in Eden. ഒരുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞാട്ടെ, നീ ഇന്നായിരിക്കുന്ന അവസ്ഥയിലല്ല, അതിൽ നിന്ന് അടുത്തൊരു തലത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്നെ ദൈവം ഒരു ഏദനിലാക്കിയിരിക്കുക. നീ ഇവിടെ കടന്നു വന്നത് മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ അല്ല. നീ കടന്നു വന്നിരിക്കുന്നത് ചില വ്യത്യസ്തമായ അഭിഷേകങ്ങൾ പ്രാപിക്കുവാനായിട്ടാ, വ്യത്യസ്തമായ ചില തലങ്ങൾ പ്രാപിക്കുവാനായിട്ടാ. കഴിഞ്ഞ കാലങ്ങളിൽ കാണാത്ത ചിലത് കാണുവാൻ, കഴിഞ്ഞ കാലങ്ങളിൽ കേൾക്കാത്ത ചില കേൾക്കുവാൻ, ചില അനുഭവിക്കുവാൻ ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പദ്ധതി ഉള്ളത് കൊണ്ട് അവൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നു വിശ്വസിക്കുന്നവർ ദൈവത്തിന് ഒരു മഹത്വം കൊടുത്താട്ടെ. അങ്ങനെ ഈഡനിലായിരിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ
ഗാർഡൻ ഓഫ് ഈഡനിൽ നിന്ന് ഒരു നദി പുറപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നദി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതാണ് ഗാർഡനിൽ നിന്ന് ഒഴുകുന്ന ഈ നദി. അവൻ നിന്നെ വിളിച്ചുവെങ്കിൽ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. കാര്യം നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ തക്കവണ്ണം ഒരു പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കും. കാത്തിരിക്കുവാൻ അവൻ പറഞ്ഞെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വ്യാപരിപ്പാൻ മതിയായവനാ. കഴിഞ്ഞ കാലങ്ങളിൽ പ്രയാസത്തിൽ, പ്രതികൂലത്തിൽ, പ്രതികൂലങ്ങളായിരുന്ന നിങ്ങളെ വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവം തന്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പം നൽകിയെങ്കിൽ അവന് നിങ്ങളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുഗ്രഹത്തിനായിട്ടുള്ളതാണ്. അതിലാണ് തൃത്വത്തിലെ ഏകനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങളിലേക്ക് നൽകിയത്. അങ്ങനെയെങ്കിൽ വീണ്ടും ജനിക്കപ്പെട്ട ജനതയുടെ ഉള്ളിൽ നിന്ന് ആ ഏദനിലായിരിക്കുമ്പോൾ അവിടെ നിന്ന് ഒഴുകുന്ന ഒരു നദി എങ്ങനെയാ നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഇൻടു ദ ഡെപ്ത് ഓഫ് ഇറ്റ്. അവിടെ നിന്ന് ആ നദി 4 ശാഖകളായി പിരിയുന്നതായി വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ ഗാർഡൻ ഓഫ് ഈഡനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. ആ നദി 4 ശാഖകളായി വേർതിരിക്കപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. പീശോൻ, ഗീഹോൻ, ഹിദക്കേൽ, ഫ്രാത്ത് എന്ന 4 നദികളായി ആ നദി പിരിഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനി ഞാൻ ആത്മാവിൽ നിങ്ങളുടെ മേൽ പ്രവചിക്കട്ടെ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആത്മാവിന്റെ നദികൾ 4 ശാഖകളായി ഒഴുകുന്ന ഒരു ദിവസമാകുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഏറ്റെടുത്താട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ പോകാത്ത ചില സ്ഥലങ്ങളിലേക്ക്, കഴിഞ്ഞ കാലങ്ങളിൽ കേൾക്കാത്ത ചില അനുഗ്രഹങ്ങളിലേക്ക്, കഴിഞ്ഞ കാലങ്ങൾ അനുഭവിക്കാത്ത ചില തലങ്ങളിലേക്ക് ഒഴുകുന്ന ഒരു നദി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടും എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്കറിയാം, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നിന്റെ ഉള്ളിൽ നിന്ന് അടുത്തിരിക്കുന്ന ആളിനെ വേണമെങ്കിൽ ഒന്ന് കുലുക്കിയിട്ട് പറഞ്ഞാട്ട് നീ വിശ്വസിക്കുകയാണെങ്കിൽ നിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്ന ഒരു ദിവസമാണിന്ന്. അതിലൊന്നാമത്തെ നദിയുടെ പേരെന്താണെന്നറിയാമോ നിങ്ങൾക്ക്? പീശോൻ എന്ന നദിയാണ്. അത് ഏത് ദേശത്തൂടെ പോകുന്നതായിട്ടാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്? അത് ഹവിലിയ ദേശമൊക്കെയും ചുറ്റുന്നു എന്ന് പറയുന്നുണ്ട്. ഈ പീശോൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പീശോൻ എന്ന വാക്കിന്റെ അർത്ഥം അത് ഇൻക്രീസ് ഓർ സ്പ്രെഡ് ഓർ ഓവർഫ്ലോ എന്നുള്ളതാണ്. പീശോൻ എന്ന വാക്കിന്റെ അർത്ഥം ഇൻക്രീസ് or overflow or spread. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞാട്ട് എന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി ഉണ്ട് കേട്ടോ. ആ ശക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് എന്നിലൂടെ വ്യാപരിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ ഒരു തലത്തിന്റെ പേരാണ് പീശോൻ. പീശോൻ നദി എന്നിൽ നിന്ന് ഒഴുകുമ്പോൾ അത് അടച്ചു വെക്കുവാൻ കഴിയുന്നതല്ല, അതൊരു ഇൻക്രീസിന്റെ ശക്തിയാണ്. ഇനി ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അടുത്ത ഒരു തലത്തിലേക്ക്, കഴിഞ്ഞ കാലങ്ങൾ കാണാത്ത ഒരു തലത്തിലേക്ക് എന്നെ കൊണ്ടുപോകുവാൻ കഴിവുള്ള ആ ആത്മനദി വ്യാപരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹവിലിയ ദേശത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഈ ഇൻക്രീസിന്റെ നദി എപ്പോഴാണ് ഒരു നദി ഒഴുകുന്നത്? when you are in some place, നമ്മൾ ചില വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ അത് അവിടെ നിന്ന് കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റത്തില്ല. കുറച്ചുനാൾ കഴിയുമ്പോൾ അതിനവിടെ നിൽക്കാനായിട്ട് പറ്റത്തില്ല. അതിന് എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് ഒഴുകിയേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ എനിക്കറിയത്തില്ല എത്ര നാളുകളായിട്ട് നിങ്ങൾ ഇവിടെ വന്ന് ഈ വെള്ളം ഉറവയിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയത്തില്ല. ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവം പകർന്നത് ഇതൊരു കവിഞ്ഞൊഴുക്കിനായിട്ടാ, ഒരു ഉയർച്ചയ്ക്കായിട്ടാ, ഒരു ഇൻക്രീസിനായിട്ടാ. ഐ വാണ്ട് ടു പ്രൊഫസൈ ടു സംബഡീസ് ലൈഫ്. ഈ അഭിഷേകം ഒരു നിറവിന്റെ അഭിഷേകമാണ്, ഒരു കവിഞ്ഞൊഴുക്കിന്റെ അഭിഷേകമാണ്. അത് തകർത്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു അഭിഷേകമാണ്. അത് ഒഴുകുന്ന ദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഹവിലിയ ദേശത്ത് പൊന്നുണ്ട്. ഹവിലിയ ദേശത്ത് രണ്ടാമതുണ്ട് എന്ന് പറയുന്നത് അവിടെ ഗുൽഗുലു ഉണ്ട്. ഹവിലിയ ദേശത്ത് ഗോമോദകമുണ്ട്. ഒന്ന് പറഞ്ഞാട്ട് 3 വാക്കൊന്ന് കാണാതെ പഠിച്ചോട്ടെ. നമ്മുടെ ഇമ്മാനുവൽ ബ്രദർ നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിച്ച പോലെ ഒന്ന് പറഞ്ഞാട്ട് ഹവിലിയ ദേശത്ത് അവിടെ 3 കാര്യങ്ങളുണ്ട്. പൊന്നുണ്ട്, അവിടെ ഗുൽഗുലു ഉണ്ട്, അവിടെ ഗോമോദകമുണ്ട്.
അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ആത്മനദിയുടെ ഒന്നാം ശാഖയായ പീശോൻ നിന്നിൽ നിന്ന് ഒഴുകുമ്പോൾ അത് ഒഴുകുന്നത് ചില പ്രത്യേകതയുള്ള സ്ഥലങ്ങളിലേക്ക്. ഒന്ന് ഏറ്റെടുത്താട്ട് നീ ഇരിക്കുന്ന അവസ്ഥയിലായിരിക്കാനല്ല ഈ അഭിഷേകം നിന്നിലേക്ക് പകർന്നത്. ഈ അഭിഷേകം നിന്നെ ചില തലങ്ങളിലേക്ക് കൊണ്ടുപോകും. ആ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ചില ഗുൽഗുലുകളുള്ള സ്ഥലമാണ്, അവിടെ ചില പൊന്നുള്ള സ്ഥലങ്ങളാണ്, അവിടെ ചില ഗോമാതകങ്ങളുള്ള സ്ഥലമാണ്. വരട്ടെ ഈ പൊന്നെന്ന് പറയുന്നതുണ്ടല്ലോ, ഈ ഹവീലിയ ദേശത്തെ പൊന്നിന് ചില പ്രത്യേകതയുണ്ട്. സാധാരണ പൊന്നല്ല. അതായത് നമ്മൾ സ്വർണം എന്നൊക്കെ പറയുമ്പം 18 ക്യാരറ്റ്, 22 ക്യാരറ്റ്, എത്ര എനിക്കറിയത്തില്ല, 24, പിന്നെ ഒത്തിരി ക്യാരറ്റുകൾ കൂടിയ സ്വർണ്ണങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ ക്യാരറ്റ് കൂടുന്നതെന്നറിയാമോ? അത് പ്യൂരിഫൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ക്വാളിറ്റി കൂടുന്നത്. ഒരു കാര്യം എനിക്കറിയാം, 24 ക്യാരറ്റ് സ്വർണത്തിന് എന്തായാലും 18 ക്യാരറ്റിനേക്കാളും വില കൂടുതലാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിന്നെ ചില പരിശോധനകളിലൂടെ കൊണ്ടുപോയെങ്കിൽ നിന്നിലുള്ള ചിലതിനെ വെളിയിലെടുക്കുവാൻ, കഴിഞ്ഞ കാലങ്ങൾ മറ്റുള്ളവർ കാണാത്ത ചില തിളക്കം നിന്നിലൂടെ പുറപ്പെടുവിക്കുവാൻ ഈ പരിശുദ്ധാത്മാവിനൊരു പദ്ധതിയുണ്ട് എന്നറിയുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. നീ പോകുന്ന ഹവീലിയ ദേശങ്ങളില് വെറും പൊന്നല്ല ഉള്ളത്, മേത്തരമായ പൊന്നുള്ളൊരു ദേശത്തേക്കാ ഈ അഭിഷേകം നിന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ടാവും, എന്തിയേ നമ്മൾ പലപ്പോഴും പറഞ്ഞത് പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളൊക്കെയാണ് പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് ബോംബെക്ക് പോയ ഒരാളാണ് 30-35 വർഷം മുമ്പ്. ഞാൻ ഓർക്കുന്നുണ്ടെന്നൊരു കാലഘട്ടത്തിൽ സ്തോത്രാഴ്ച സഞ്ചി വരുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് സഞ്ചി വാങ്ങിച്ച മറ്റേ ഭാഗത്ത് കൊടുക്കുന്ന ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് കൈ പോക്കറ്റിൽ കാശില്ലാതിരുന്നോണ്ടാ. പപ്പ അയച്ചിരുന്ന പൈസ സ്കൂൾ ഫീസ് കൊടുക്കാനും ട്രെയിൻ ടിക്കറ്റ് കൊടുക്കാനുള്ളതേ തികയത്തുള്ളായിരുന്നു. പിന്നെ എങ്ങനെയാ സ്വോത്ര സഞ്ചിലേക്ക് ആഴ്ചയിലെ 1-ാമത്തെ 2-ാമത്തെ ആഴ്ചയിലൊക്കെ സ്വോത്രാഴ്ച ഇടും. 4-ാമത്തെ ആഴ്ച വരുമ്പോൾ ആ സ്വോത്രാഴ്ച സഞ്ചി വാങ്ങിച്ച് മറ്റേ സൈഡിലേക്ക് കൊടുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എൻ്റെ ദൈവം വിശ്വസ്തനാ. അവൻ നിന്നെ ചില പ്രത്യേക സ്ഥലങ്ങളിലൂടെ കൊണ്ടുപോകുന്നെങ്കിൽ, ഹവീലിയ ദേശങ്ങളിൽ കൊണ്ടുപോകുന്നെങ്കിൽ നിന്നെ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാനായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഏറ്റെടുത്താട്ട് അവൻ നിന്നിൽ ചിലതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ, അഭിഷേകത്തിന്റെ നിറവ് നിന്നിലേക്ക് അവൻ വ്യാപരിച്ചിട്ടുണ്ടെങ്കിൽ, അത് വഴിയിൽ വിട്ടുകളയുന്ന ഒരു ദൈവമല്ല നിന്നെ വിളിച്ചത്. പകുതി വിളിച്ചിട്ട് പാതി വഴിയിൽ നിന്നെ വിട്ടുകളഞ്ഞിട്ട് മറ്റൊരു തലത്തിലേക്ക് പോകുന്ന ഒരു ദൈവത്തെ അല്ല നീ കണ്ടിരിക്കുന്നത്. അവൻ വിളിച്ചെങ്കിൽ അവൻ വിശ്വസ്തൻ. അവൻ ആദ്യം തുടങ്ങിയെങ്കിൽ അന്ത്യത്തോളം എത്തിപ്പാൻ മതിയായവനായ ഒരു ദൈവമാണ് എന്റെ ദൈവമെന്ന് ഏറ്റെടുക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് അവൻ മതിയായവനാണ്. അവൻ എന്നിലൂടെ ആത്മാവിന്റെ ഒരു പകർച്ച, ഒരു പീശോൻ നദിയായി ഒഴുകുന്നെങ്കിൽ, അത് ഗുൽഗുല ദേശങ്ങളിലൂടെ എന്നെ കറക്കുന്നെങ്കിൽ അവിടുത്തെ ചില അനുഗ്രഹങ്ങൾ കാണുവാൻ വേണ്ടിയാ. ഈ പീശോൻ നദി ഒഴുകി പോകുമ്പോൾ എന്താ നടക്കുന്ന അറിയാമോ? ഈ ഹവീലിയ ദേശത്തെ പൊന്നൊക്കെ പൊങ്ങി വരുമെന്നാ പറയുന്നത്. ഒന്ന് പ്രവചിച്ച് പറഞ്ഞാട്ട്, മറ്റാരോടും പ്രവചിക്കണ്ട, സ്വന്തമായിട്ട് വേണമെങ്കിൽ തലയിൽ കൈവച്ചൊന്ന് പ്രവചിച്ചാട്ട്. ഇന്ന് ഞാൻ ആത്മാവിന്റെ ഒരു നിറവിൽ നടക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ കാണാത്ത ചില ഹവീലിയയിലെ പൊന്നുകൾ, ചില അടുത്ത തലത്തിലെ പൊന്നുകൾ എനിക്ക് വേണ്ടി ഉയർത്തി തരുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാട്ട്, അവിടുന്ന് ഉയർന്നു വരുന്ന പൊന്ന് സാധാരണ പൊന്നായിരിക്കത്തില്ല, അത് വിലയേറിയ പൊന്നായിരിക്കും. രണ്ടാമത് ആ ദേശത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ ദേശത്തില് ഗുൽഗുലു ഉണ്ടെന്നാ പറയുന്നത്. എന്താ ഈ ഗുൽഗുലു എന്നറിയാമോ? അത് റെയർ ഫ്രാഗ്രൻസ് ആണ്. നമുക്കെല്ലാം നല്ല മണങ്ങളൊക്കെ ഇഷ്ടമാണ് അല്ലേ? നമുക്കെല്ലാം നല്ല മണങ്ങൾ, റോസാപ്പൂവിൻ്റെ മണം ഇഷ്ടമാണ്, മുല്ലപ്പൂവിൻ്റെ മണം ഇഷ്ടമാണ്. നമുക്കൊക്കെ ചിലർക്ക് ചില ബ്രാൻഡ് സ്പ്രേ മാത്രമേ ചിലർ ഉപയോഗിക്കത്തുള്ളൂ. കാര്യം ആ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഹവീലിയ ദേശത്ത് ഒരു റെയർ ഫ്രാഗ്രൻസ് ഉണ്ട്. ആ ഫ്രാഗ്രൻസിന്റെ പേരാണ് ഗുൽഗുലു. നിങ്ങളുടെ അപ്പോസ്തലൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകൾ ഓടിക്കൂടുന്നത് ആ മനുഷ്യൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവിന്റെ ശക്തിയുള്ളത് കൊണ്ടാണ്.
ആ ആത്മാവിനൊരു മണമുണ്ട് കേട്ടോ. ആത്മാവിന്റെ മണം ആഫ്രിക്കയിലായിരിക്കുന്ന ചിലരെ കൂടി അട്രാക്ട് ചെയ്യുന്ന ഒരു അഭിഷേകമാകുന്നുവെന്ന് തിരിച്ചറിയുന്നവർ ആ ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ടെ. അത് അപ്പോസ്തലൻ മാത്രം വ്യാപരിക്കുന്ന ഒരു ആത്മാവല്ല, അത് നിന്നിലേക്ക് വ്യാപരിച്ചെങ്കിൽ നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ സഹോദരങ്ങളിലേക്ക്, നിന്റെ എക്സ്റ്റൻഡഡ് ഫാമിലീസിലേക്ക്, നിന്റെ കൂട്ടുകാരിലേക്ക്, നിന്റെ ബന്ധുജനങ്ങളിലേക്ക്, നീ ആയിരിക്കുന്ന ദേശത്തിലേക്ക്, നീ ആയിരിക്കുന്ന സംസ്ഥാനത്തിലേക്ക്, നീ ആയിരിക്കുന്ന രാജ്യത്തിലേക്ക് ഗുൽഗുലുവിന്റെ ഒരു റേർ ഫ്രാഗ്രൻസ് അത് പുറപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? പീശോൻ നദി നിന്നിൽ നിന്ന് ഒഴുകണം. മൂന്നാമത് ഈ ദേശത്തിന്റെ പ്രത്യേകത ഗോമോദകം. അതെന്താണെന്നറിയാമോ? ഒനിക്സ് സ്റ്റോൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതൊരു വലിയ, ഇറ്റ്സ് എ പ്രഷ്യസ് സ്റ്റോൺ ആണ്. അത് നമ്മൾ പഴയ നിയമത്തിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ പുരോഹിതന്മാരുടെ ഉടുപ്പിന്മേൽ വെച്ചിരുന്ന ഒരു പ്രഷ്യസ് സ്റ്റോൺ ആണ്. രാജാക്കന്മാർ അവർ ഉടുപ്പിന്മേൽ വെച്ചിരിക്കുന്ന ഒരു പ്രഷ്യസ് സ്റ്റോൺ ആണ്. സ്വർഗത്തിൽ പോകാനിരിക്കുന്നവരല്ലേ നമ്മളെല്ലാം? സ്വർഗത്തിലെ അടിസ്ഥാനങ്ങൾ പണിയുന്നതിൽ ഒരു കല്ലാണ് ഗോമോദകം. നിങ്ങൾ വ്യാപരിച്ചിരിക്കുന്ന ആത്മാവ് പൊന്നിന്റെ പ്രദേശത്തേക്ക് മാത്രമല്ല നിങ്ങളെ കൊണ്ടുപോകുന്നത്, ഗുൽഗുലുവിന്റെ പ്രദേശത്തേക്ക് മാത്രമല്ല നിങ്ങളെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ അറിയാത്തതായ ചില പ്രഷ്യസ് സ്റ്റോൺസ് ഉള്ള ദേശങ്ങളിലൂടെ ദൈവം നിങ്ങളെ ഈ കാലങ്ങൾ വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ട്. ആത്മാവ് നിന്റെ ഉള്ളിൽ നിറയുമ്പോൾ അത് കെട്ടിക്കിടക്കുവാനുള്ള ഒന്നല്ല, നിങ്ങളുടെ ഉള്ളിൽ മാത്രമായി ഇരിക്കുവാനുള്ള ഒന്നല്ല, അത് നിങ്ങൾ നിന്ന് ഒഴുകുവാനുള്ളതാണ്. അതിന്റെ ആദ്യത്തെ ശാഖയായ പീശോൻ കടന്നു പോകുന്നത് ഗുൽഗുല ദേശത്തിലൂടെയാണെങ്കിൽ, ഹവിലിയ ദേശത്തിലൂടെയാണെങ്കിൽ അവിടെ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് അറിയാമോ? അവിടെ മേത്തരമായ ഒരു പൊന്ന് നിങ്ങൾക്ക് ലഭിക്കും, അവിടെ നിങ്ങൾക്ക് ഒരു റെയർ ഫ്രാഗ്രൻസ് ലഭിക്കും, അവിടെ നിങ്ങൾക്ക് ഒരു പ്രഷ്യസ് സ്റ്റോൺസ് നിങ്ങളുടെ അവകാശമായി ലഭിക്കും. ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഒന്ന് പറഞ്ഞാട്ട്, പീശോന്റെ നദി ഞാൻ വിശ്വസിക്കുകയാണ്, എന്നിൽ നിന്ന് ഒഴുകാൻ തുടങ്ങുന്ന ഒരു ദിവസമാകുന്നുവെന്ന് ആത്മാവിൽ ഏറ്റെടുത്തൊന്ന് പറഞ്ഞാട്ട്. കഴിഞ്ഞ കാലങ്ങൾ അനുഭവിക്കാത്ത ചിലത് അനുഭവിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു അഭിഷേകത്തിന്റെ നിറവിൽ മാത്രമേ ഞാൻ ഇന്ന് കടന്നു പോകത്തുള്ളൂ എന്ന് ഏറ്റെടുത്താട്ടെ. രണ്ടാമത്തെ നദി ഏതാണെന്നറിയാമോ? ഈ ഏതിൽ നിന്ന് പുറപ്പെട്ടത്? ഗീഹോൻ എന്ന നദിയാണ് രണ്ടാമത്തെ നദി. എന്ന് പറഞ്ഞ രണ്ടാമത്തെ നദിയുടെ പേരെന്തുവാ? പരിശുദ്ധാത്മാവിന്റെ. ഒന്നാമത്തെ നദി പീശോനെ കുറിച്ച് നമുക്ക് കേട്ടു. രണ്ടാമത്തെ നദിയായ ഗീഹോൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇറ്റ്സ് എ റിവർ ഓഫ് ബ്രേക്ക് ത്രൂ. വിടുതലിന്റെ രാത്രി നദിയാണത്. ഇറ്റ്സ് എ റിവർ ഓഫ് ഡെലിവറൻസ് ആണ്. ഇറ്റ്സ് എ റിവർ ഓഫ് സ്പിരിച്വൽ എസ്കേപ്പ് ആണ്. നിങ്ങൾ എന്തിനു വേണ്ടി വന്നതെന്ന് എനിക്കറിയത്തില്ല. ചില ഡെലിവറൻസുകൾ ഇന്ന് നടന്നിട്ടേ പോകത്തുള്ളൂ. ആത്മാവിൽ ഏറ്റെടുത്താട്ടെ. ഗീഹോൻ നദിയിൽ ഒഴുകുവാൻ ദൈവം ഇവിടെ തീരുമാനിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ചില വിടുതലുകൾ പകലാണെന്ന് ഏറ്റെടുത്താട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ കാണാത്ത ചില അത്ഭുതങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിൽ നടക്കാതിരുന്ന ചില അനുഗ്രഹങ്ങൾ, ചില വിടുതലുകൾ നടക്കുന്ന ഒരു ദിവസമാകുന്നുവെന്ന് ആത്മാവിൽ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ നൈജീരിയയിലേക്ക് പോയിട്ട് 25 വർഷങ്ങളായെന്ന് പറഞ്ഞല്ലോ. സത്യമായി പറഞ്ഞാൽ അവിടെ പോയപ്പോൾ വലിയൊരു അഹങ്കാരവുമായിട്ടാണ് പോയത്. കാര്യം AD 52 തോമാസ് ലീഗ വന്ന കാലത്ത് ക്രിസ്ത്യാനികളായ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ പാരമ്പര്യം നമ്മൾ തോമാസ് ലീഗ വരെയും കണക്ട് ചെയ്യും. ആണോ? ഞാൻ അവിടെ ചെന്നിട്ട് 25 വർഷമായെന്ന് പറഞ്ഞു. സത്യമായി പറഞ്ഞാൽ നൈജീരിയയിൽ യഥാർത്ഥമായ ക്രിസ്തീയത്വം വന്നിട്ട് 100 വർഷമേ ആയിട്ടുള്ളൂ. നിങ്ങൾ നൈജീരിയയെ കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. 100 വർഷമേ ആയിട്ടുള്ളൂ അവിടെ ക്രിസ്തീയത്വം വന്നിട്ട്. എന്നാൽ 100 വർഷത്തിനകം അവിടുത്തെ പോപ്പുലേഷന്റെ 50% ക്രിസ്ത്യൻസായി മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട ദൈവദാസൻ അവിടെ വന്നപ്പോൾ ഞങ്ങളെല്ലാം കൂടെ അദ്ദേഹത്തെ ഞങ്ങളവിടുത്തെ ഒരു വലിയ ചർച്ചിൽ കൊണ്ടുപോയി. നമ്മളിവിടെ കാണുമ്പോൾ എനിക്ക് ഈ ചർച്ച് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഇത്രയും പേർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന കാണുമ്പോൾ സന്തോഷമുണ്ട്. എന്നാൽ നിങ്ങൾ ദൈവദാസനോട് എപ്പോഴെങ്കിലും കാണുമ്പോൾ ചോദിക്കണം, ഏറ്റവും കൂടുതൽ ആളുകൾ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്ന എവിടെയാണ് കണ്ടെന്ന് ചോദിച്ചാൽ നിസ്സംശയം എനിക്കറിയാം, അദ്ദേഹം പറയും അത് നൈജീരിയയിലാണ്. അവിടെ ഒരു സമയം ആരാധിക്കാൻ കൂടുന്നവരുടെ എണ്ണം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ?
40 ലക്ഷം മുതൽ 50 ലക്ഷം വരെ ആളുകളാണ് ഒറ്റ രാത്രിയിൽ ദൈവത്തെ ആരാധിക്കുവാനായി അവിടെ കൂടുന്നത്. ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ക്രിസ്ത്യാനിയൊന്നും ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവിടെ വെള്ളിയാഴ്ച വൈകുന്നേരങ്ങൾ ഒരു പ്രാർത്ഥന തുടങ്ങും. വൈകുന്നേരം 7 മണിയാകുമ്പോൾ അത് തീരുന്നത് ശനിയാഴ്ച ദിവസം രാവിലെ 7 മണിയാകുമ്പോഴാണ് അവിടുത്തെ ആളുകൾ, ഞാൻ ഇത്രയും വലിയ സൈസുള്ള ഞാനൊക്കെ അവരുടെ മുമ്പിൽ ഒരു സാധാരണ കൊച്ചു മനുഷ്യനാ, വലിയ ഗാംഭീര്യമുള്ള ആളുകൾ, 7 അടി ഹൈറ്റോളം ഉയരമുള്ളവർ, വണ്ണവും തടിയുമുള്ളവർ ദൈവസന്നിധിയിൽ വരുമ്പോൾ തന്നെ മറന്ന് ആത്മാവിൽ അവർ ദൈവത്തെ ആരാധിക്കും. അവർ ദൈവത്തിൽ ചിലത് പിടിച്ചു വാങ്ങും, അവർ അവകാശം ഏറ്റെടുക്കും, അവർ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവത്തെ ആരാധിക്കും. ഞാൻ പറയും, നിങ്ങള് വിശ്വാസിയൊന്നും അല്ലെങ്കിലും ഈ എന്ന് പറഞ്ഞ നമ്മളെ ഈ ജെറുസലേമിൽ പോകുന്ന പോലെ ഒരിക്കൽ നൈജീരിയൊക്കെ പോയിരിക്കണം. അവരുടെ കൂട്ടത്തിൽ പോയി രാത്രി വെറുതെ അങ്ങ് നിന്നാ മതി. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ മടങ്ങി വരുമ്പോൾ നിങ്ങളൊരു പുതിയ സൃഷ്ടിയായിട്ട് മാത്രമേ മടങ്ങി വരത്തുള്ളൂ. ആ ദേശത്ത് നിന്ന് 25 വർഷത്തിന്റെ അഭിഷേകത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ നിന്ന് ആരാധിക്കുന്ന മേഖലകളിൽ അടുത്ത ദിവസങ്ങൾ ആരൊക്കെ ആരാധിച്ചാലും അവരുടെ നിലയിൽ ഒരു മാറ്റമുണ്ടാകും, അവരുടെ വിലയിൽ ഒരു മാറ്റമുണ്ടാകും. നിന്റെ സാന്നിധ്യം, നീ ആയിരിക്കുന്ന മേഖലകളിൽ ചില തുറക്കാത്ത വാതിലുകൾ തുറക്കപ്പെടും, ചില അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കപ്പെടും. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ നദി, രണ്ടാമത്തെ നദിയായ ഗീഹോൻ നദി നിന്നിൽ നിന്ന് പുറപ്പെടും. അതൊരു ബ്രേക്ക് ത്രൂവിന്റെ നദിയാണ്. ആർക്കും പിടിച്ചു വെക്കുവാൻ കഴിയാത്ത ഒരു നദി. വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ബലാൽക്കാരികൾ സ്വർഗരാജ്യം അവകാശമാക്കുന്നു. ഇമ്മാനുവൽ ബ്രദർ ആരാച്ചുള്ള പറഞ്ഞൊരു വാക്യമുണ്ട്, എൻ്റെ ദൈവം അറിയാതെ, എൻ്റെ ദൈവം അറിയാതെ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഒന്നിനെ പോലും തൊടുവാനല്ല, ഒന്നുവേ പോലും കാണുവാൻ പോലും ശത്രുവായവൻ അധികാരമില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഏറ്റെടുത്താട്ട്, എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വരുന്ന ഒരു ഗീഹോന്റെ നദി പുറപ്പെടുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിതത്തിലേക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത് ഉറപ്പിച്ച് നിന്റേതെന്ന് പറഞ്ഞ അവകാശങ്ങളിന്മേൽ ശത്രുവായവൻ എന്തെങ്കിലും വില വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഗിഹോന്റെ ഒരു ശക്തി നിന്നിൽ നിന്ന് പുറപ്പെടുമ്പോൾ അതൊരു ബ്രേക്ക് ത്രൂവിന്റെ ശക്തിയാണ്, അതൊരു വിടുതലിന്റെ ശക്തിയാണ്, അതൊരു നിറവിന്റെ ശക്തിയാണ്. പീശോനും ഗീഹോനും മാത്രം ഒഴുകി നിർത്തിയ ഒരു നദികളല്ല പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് മറ്റു 2 വാക്കുകളോട് പറഞ്ഞു നിർത്തിക്കോട്ടെ. ഹിദക്കിയേലിന്റെ ഒരു നദി കൂടി അവിടെ നിന്ന് പുറപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. ഹിദക്കിയേലിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഫാസ്റ്റ് എന്നുള്ളതാണ് ഹിദക്കിയേൽ എന്ന വാക്കിന്റെ അർത്ഥം. പറഞ്ഞാട്ടെ, കഴിഞ്ഞ നാളിൽ നടക്കാത്ത ചിലത് ഇന്ന് സംഭവിക്കുമെന്ന് പറഞ്ഞാട്ടെ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ അനേക വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചില വിഷയങ്ങൾ, നിങ്ങൾ പ്രാപിപ്പാനായി കാത്തിരുന്ന ചിലത് ഇന്ന് സംഭവിക്കും. കാരണം ഹിദക്കിയേലിന്റെ ഒരു നദി നിന്നിൽ നിന്ന് ഒഴുകുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ നദിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇറ്റ്സ് എ റിവർ ഓഫ് ഗ്രേസ്. ദൈവത്തിന്റെ കരുണ നിങ്ങളിലേക്ക് വ്യാപരിക്കുക, കഴിഞ്ഞ നാളുകളിൽ കഴിയാത്ത ചിലതിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം നിന്നിൽ നിന്ന് ആത്മാവിന്റെ 3ാമത്തെ ഒരു നദി ഇന്ന് പുറപ്പെടുന്ന ദിവസമാകുന്നുവെന്ന് വിശ്വസിക്കുന്നവർ ഏറ്റെടുത്താട്ട് അത് പീശോൻ കൊണ്ട് മാത്രം നിർത്തുന്നതല്ല, അത് ഗീഹോനിൽ നിർത്തുന്നതല്ല, അത് കർത്താവേ ഒരു ഹിദക്കിയേലിലൂടെ പോകുന്ന ഒരു നദിയെന്ന് ഞാൻ അറിയുകയാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. പ്രാപിക്കാതെ മടങ്ങിപ്പോകരുതേ, പ്രാപിക്കാതെ മടങ്ങിപ്പോകരുതേ. അഭിഷേകം നിന്നിലേക്ക് വ്യാപരിച്ചെങ്കിൽ അത് ചിലടത്ത് കെട്ടിക്കിടക്കുവാനല്ല, നീ ആയിരിക്കുന്ന ഏതിനിൽ മാത്രം വ്യാപരിപ്പാനുള്ളതല്ല. അത് ഏതിൽ നിന്ന് ഒഴുകുന്ന ഒരു നദിയാ, അത് ഹവീലിയ ദേശത്തേക്ക് പോകുവാനുള്ളതാ. അത് അത് അനേക സ്ഥലങ്ങളിലേക്ക്, അനേക മേഖലകളിലേക്ക് കവിഞ്ഞൊഴുകുന്ന ഒരു ബ്രേക്ക് ത്രൂവിന്റെ അഭിഷേകം. പീശോനും ഗീഹോനും ഹിദക്കിയേലും ഉണ്ടെങ്കിൽ ഈ നദിയുടെ അവസാന ഭാഗം പറയുന്നത് ഫ്രാത്ത് എന്നൊരു നദിയുണ്ട്. ഫ്രാത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇറ്റ്സ് എ റിവർ ഓഫ് അബ്രഹാമിക് കവനന്റ്. ദൈവം അബ്രഹാമിന് കൊടുത്തൊരു കവനന്റ് ഉണ്ട്. നൈൽ മുതൽ ഫ്രാത്ത് വരെ ഞാൻ നിനക്കും നിന്റെ തലമുറകൾക്കും നൽകുമെന്ന്.
നാലാമത്തെ നദി നിന്നിലൂടെ ഒഴുകിയാൽ അത് നിന്നിൽ മാത്രം നിൽക്കുന്നതല്ല, നിന്റെ തലമുറകളിലേക്ക് കൂടി വ്യാപരിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ നിറവ്. അബ്രഹാമിന്റെ മാത്രം ദൈവമല്ല എന്റെ ദൈവം. അവൻ അബ്രഹാമിന്റെയും അവൻ ഇസഹാക്കിന്റെയും അവൻ യാക്കോബിന്റെയും ദൈവമെങ്കിൽ അവൻ എന്നിലേക്ക് പകർന്ന ഈ ആത്മശക്തി എന്നിൽ മാത്രമല്ല, അത് ഒഴുകി 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 പിസോനിൽ മാത്രമല്ല, ഗീഹോനിൽ മാത്രമല്ല, ഹിദക്കേലിൽ മാത്രമല്ല, ഫ്രാത്തോളം ഒഴുകുന്ന ഒരു നദി. നാലാമത്തെ നദിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ റിവർ ഓഫ് ഫുൾഫിൽമെന്റ്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞാട്ട്, എൻ്റെ ദൈവം എന്നിൽ എന്തെങ്കിലും തുടങ്ങി വെച്ചെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് നിർത്തുവാനുള്ളതല്ല, അവനത് ഫ്രൂട്ട്ഫുൾനെസ്സിലൂടെ അതൊരു ഫുൾഫിൽമെന്റിലേക്ക് എത്തിപ്പാൻ മതിയായവനായ ദൈവമാണ്. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ദൈവം എത്ര നല്ലവനാണെന്നറിയാം. അവൻ നിങ്ങളൊരു നല്ല പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവസാനത്തോളം എത്തിപ്പാൻ അവൻ മതിയായവനാണ്. നിങ്ങളെ ദൈവം വിളിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ കുടുംബത്തിൽ ചിലതിനെ കൂടെ അവന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു അഭിഷേകത്തിന്റെ നിറവ് വ്യാപരിപ്പാനായിട്ടാണ് ദൈവം നിന്നെ വിളിച്ചത്. ഇന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പോപ്പുലേഷന്റെ 2-3% മാത്രമേ ക്രിസ്ത്യാനികളായിട്ട് കാണുവാനായിട്ടുള്ളൂ. എന്നാൽ നൈജീരിയയിൽ ഞാൻ പറഞ്ഞു, അവിടുള്ള ജനങ്ങളുടെ 50%, വെറും 100 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം കടന്നു വന്ന ജനത, യേശുവിനെ അറിഞ്ഞ ജനത 50% ഇന്ന് ക്രിസ്ത്യാനികളായി മാറിയെന്ന്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളിലേക്ക് വ്യാപരിച്ചിരിക്കുന്ന ഈ ആത്മനദി ഒന്നൊഴുകിയാൽ എൻ്റെ ദേശത്തിൽ നിന്ന് അനേകർ വിടുവിക്കപ്പെടുവാൻ ഇടയായിത്തീരും. മറ്റുള്ളവർ കാണാത്ത ചിലത് കാണുവാൻ, മറ്റുള്ളവർ അനുഭവിക്കാത്ത ചിലത് അനുഭവിക്കുവാൻ, മറ്റുള്ളവർ കേൾക്കാത്തത് കേൾക്കുവാൻ അവൻ എന്നെ മാത്രമല്ല വിളിച്ചിരിക്കുന്നത്, എൻ്റെ സഹോദരങ്ങളെ അവൻ വിളിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെയുള്ളവരെ അവൻ വിളിച്ചിട്ടുണ്ട്. ഞാനൊരു സ്റ്റാറ്റ്സിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സാധാരണ മുസ്ലിം കുടുംബങ്ങളിലൊക്കെ അവിടെ നൈജീരിയയിൽ അവർ 2-3 കല്യാണമൊക്കെ കഴിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു കുഞ്ഞു വേണമെന്ന് തന്നെ സംശയിച്ചാൽ ഇപ്പോൾ ചിന്തിക്കുന്നത്. 2 കുഞ്ഞുങ്ങളായാൽ കഴിഞ്ഞു, പിന്നെ അത് കൂടുതലൊന്നുമില്ല. നൈജീരിയയിൽ നമ്മൾ അവരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് 4 കുഞ്ഞുങ്ങൾ വേണമെന്ന് പറയും. ഐ വോണ്ട് ടു ഗിവ് എ സ്റ്റാറ്റിസ്റ്റിക്സ്. ലോകത്തിൽ ഇന്ന് 8 ബില്യൺ ആളുകളുണ്ട്. അറിയാമോ നിങ്ങൾക്ക്? 8 ബില്യൺ 800 കോടി ആളുകളാണ് ലോകത്തിൽ ആകെയുള്ളത്. യേശു ക്രിസ്തു വരാൻ താമസിക്കുവാണെങ്കിൽ 2100 ലോകസംഖ്യ കൂടാൻ പോകുന്നില്ല, 8 ബില്യൺ ആളുകളെ ഉള്ളൂ. അത് 75 വർഷം ഇന്ന് കഴിയുമ്പോൾ ഞാൻ കാണത്തില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഏകദേശം ഉറപ്പുണ്ട്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന അനേകർ അങ്ങനൊരു കാലം ഉണ്ടെങ്കിൽ അന്ന് ഇവിടെ കാണും. അന്ന് ലോകത്തിലുള്ള ജനസംഖ്യ ഇന്നുള്ള സംഖ്യയ്ക്ക് തുല്യമായിരിക്കും. പക്ഷെങ്കിൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലസ് നേഷനാണ് ഇന്ത്യ. ഇന്ത്യയിൽ അന്നുള്ള പോപ്പുലേഷൻ ഇന്നുള്ളത്രയും തന്നെ ആയിരിക്കും. 1.3 ബില്യൺ ആയിരിക്കും അന്ന് ഇന്ത്യയുടെ അന്നത്തെ പോപ്പുലേഷൻ. നൈജീരിയയിൽ ഇന്ന് 200 മില്യൺ ആളുകളാണ് ഇന്ന് നൈജീരിയയിലുള്ളത്. എന്നാൽ 2100 എന്നൊരു കാലഘട്ടം ഉണ്ടെങ്കിൽ നൈജീരിയയുടെ പോപ്പുലേഷൻ ഇന്നത്തേക്ക് 4 ഇരട്ടിയായിട്ട് വർദ്ധിക്കാനായിട്ട് പോവുകയാണ്. ദൈവം നൽകിയ ആദ്യത്തെ അനുഗ്രഹം സന്താന പുഷ്ടിയുള്ളവരായി നിറഞ്ഞ് പെരുകി വാഴുവാൻ അവൻ നിന്നെ അനുഗ്രഹിച്ചെങ്കിൽ, അപ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ വർക്കൗട്ട് ആകുന്നത്? നൈജീരിയയിൽ ഞാൻ പറഞ്ഞു മുസ്ലിങ്ങൾ 2-3 കല്യാണമൊക്കെ കഴിക്കും. ക്രിസ്ത്യൻസ് ഒരു കല്യാണമേ സാധാരണ. അവിടെ ക്രിസ്ത്യൻ ആൻഡ് മുസ്ലിം പോപ്പുലേഷനാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷെങ്കിൽ എങ്ങനെയാണ് ഈ 50% ക്രിസ്ത്യൻസ് എന്നുള്ളൊരു നമ്പർ കാത്തുസൂക്ഷിക്കപ്പെടുന്നത് എന്നൊരു എനിക്കൊരു സംശയം ഉണ്ടായ ഒരു ചോദ്യം. എങ്ങനെ, ഹൗ ഇറ്റ് മാറ്റേഴ്സ്? നീ എവിടെ ജനിച്ചു എന്നുള്ളൊരു വിഷയമല്ല. നൈജീരിയൻ പ്രസിഡന്റ് ഒരു മുസ്ലിമാണ്, എന്നാൽ നൈജീരിയൻ പ്രസിഡന്റ് ഭാര്യ ഒരു ക്രിസ്ത്യാനിയാണ്. നീ എവിടെ ജനിച്ചു എന്നുള്ളതല്ല വിഷയം, നീ ഇന്ന് എവിടെ ആയിരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. നീ ജനിച്ചത് ഒരു മുസ്ലിം കുടുംബത്തിലാണോ, ഹിന്ദു കുടുംബത്തിലാണോ, ബുദ്ധ കുടുംബത്തിലാണോ, ക്രിസ്ത്യൻ കുടുംബത്തിലാണോ എന്നുള്ള വിഷയമല്ല. എൻ്റെ ദൈവത്തിന് മക്കളെ ഉള്ളൂ, കൊച്ചുമക്കളില്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തോട്ടെ. എൻ്റെ ദൈവത്തിന് മക്കളെ ഉള്ളൂ, കൊച്ചുമക്കളില്ല. അങ്ങനെയെങ്കിൽ ജനിച്ചതിലല്ല വിഷയം, വീണ്ടും ജനനത്തിലാ വിഷയം ഇരിക്കുന്നത്. നിങ്ങളെ ഇന്നിവിടെ കൊണ്ടുവന്നെങ്കിൽ ഒരു തീരുമാനമെടുത്തിട്ട് മാത്രമേ മടങ്ങിപ്പോകാവൂ. ചിലതിനെ വീണ്ടും ജനിപ്പിക്കുവാനാ ഈ അഭിഷേകം എന്നിലേക്ക് പകർന്നത്.
ഈ പീശോൻ, ഗീഹോൻ, ഹിദക്കേൽ, ഫ്രാത്ത് നദികൾ നിന്നിൽ നിന്ന് ഒഴുകുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പുറപ്പെടാത്തത് ചിലത് നിന്നിൽ നിന്ന് പുറപ്പെടും. കഴിഞ്ഞ കാലങ്ങളിൽ കേൾക്കാത്ത നിന്റെ നാട്ടിൽ നിന്ന് പുറപ്പെടും. ഓ, നീ പോകുന്ന മേഖലകളിൽ അത് തടസ്സം വെക്കുന്ന ചില നദികളുടെ വാളുകളുണ്ടെങ്കിൽ ഈ അഭിഷേകത്തിന്റെ തലം നിന്നിലൂടെ വ്യാപരിക്കുമ്പോൾ അവയെ തകർത്തുകൊണ്ട് ഒരു നിറവിലേക്ക്, ഒരു ഒഴുക്കിലേക്ക്, ഒരു വെളുപ്പത്തിലേക്ക്, ഒരു അനുഗ്രഹത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. സമയം തക്കത്തിൽ വിനിയോഗിക്കണം. അധികം ദിവസങ്ങൾ നമ്മുടെ മുമ്പിലില്ല. നമ്മളായിരിക്കുന്ന മേഖലകളിൽ ഇവിടെ ഇരിക്കുന്ന വളരെ സന്തോഷമാണ്. ഗാർഡൻ ഓഫ് ഈഡനിൽ ഇരിക്കുന്നത് വളരെ സന്തോഷമാണ്. കാര്യം എല്ലാം ഇവിടെ ഉണ്ടെന്നേ, എല്ലാം ഉണ്ട്. ഗാർഡൻ ഓഫ് ഈഡനിൽ ഒന്നും കഷ്ടപ്പെടേണ്ട. ദൈവം നിന്നെ ഗാർഡൻ ഓഫ് ഈഡനിൽ ആക്കിയിരിക്കുക. പക്ഷേ പരിശുദ്ധാത്മാവാകുന്ന നദി നിന്നിലേക്ക് വന്നു കഴിയുമ്പം you cannot stay there. God has a divine plan in your life. നീ അവിടെ നിന്ന് ഒഴുകേണ്ടവരാ. ഈ ഒഴുക്ക് ചില ഹവിലിയ ദേശങ്ങളിലൂടെ, ചില ഇരുണ്ട പ്രദേശങ്ങളിലൂടെ, കൂശിന്റെ പ്രദേശങ്ങളിലൂടെ, ചില സ്ഥലങ്ങളുടെ സൈഡിലൂടെ ഒക്കെ ഇത് ഒഴുകി ഇത് ലോകത്തെ മുഴുവൻ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവനദിയായി തീരും. ഈ ഒരു പ്രാർത്ഥനയോടുകൂടെ, ഈ ഒരു പ്രഖ്യാപനത്തോടുകൂടെ ദൈവത്തിന് മഹത്വം കയറ്റിക്കൊണ്ട് നമുക്ക് അല്പസമയം കൂടി ദൈവത്തിലായിരിക്കാൻ തക്കൊണ്ടും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കരങ്ങളെ ശക്തിയോടെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വളരെ ചുരുങ്ങിയ നിമിഷത്തിനകം വളരെ ശക്തമേറിയ ദൈവിക ആലോചന നമുക്ക് നൽകി തന്ന കർത്താവിൻ്റെ അഭിഷേകത്തിലുള്ള പ്രത്യേക നന്ദി ഒരിക്കൽ കൂടെ എൽ ഷദായ് മിനിസ്ട്രി ജീസസ് ഈസ് ലൈഫ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ പേരിൽ അറിയിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്തിനാണ് ദൈവം നമ്മളെ അനുഗ്രഹിച്ചത്?